പാലക്കാട് പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നതെങ്കിൽ മഹാരാഷ്ട്രയിൽ ഉയർന്ന പോളിംഗാണ് മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുന്നത്. 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. ഉയർന്ന പോളിംഗ് അനുകൂലമാണെന്ന് പുറമേക്ക് അവകാശപ്പെടുമ്പോഴും നേതാക്കളുടെ ഉള്ളിലെ ആശങ്ക കടുത്തതാണ്. പുറത്തുവന്ന കണക്കനുസരിച്ച് 65.1% പോളിംഗ്. ഇതോ ഇത്ര വലിയ കണക്കെന്ന സംശയം 70% മേൽ പോളിംഗ് പതിവായ കേരളീയർക്കുണ്ടാകാം. എന്നാൽ മഹാരാഷ്ട്രയിൽ 1995 ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണിത്. പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ച് ശിവസേന BJP സഖ്യത്തിന് ആദ്യമായി മിന്നും ജയം നൽകിയ 1995 മാത്രമാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലെത്തിയത്. അന്ന് 71.69% ജനങ്ങൾ ഉപയോഗിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61.39%, 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 61.4% പോളിംഗ്. 7 മാസത്തിനിടയിൽ നടക്കുന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായിട്ടും വോട്ട് ചെയ്തവരുടെ എണ്ണം ഇത്തവണ കൂടി. 4% പേരാണ് ഇക്കുറി അധികമായി വോട്ട് ചെയ്തത്. എല്ലാ പാർട്ടികളുടെയും പരമ്പരാഗത ശക്തി മേഖലകളിൽ ഏറിയും കുറഞ്ഞും വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മറികടക്കാനായി പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ BJPക്കൊപ്പം RSSും നടത്തിയ താഴെത്തട്ടിലെ പ്രവർത്തനമാണ് വോട്ടിംഗ് ശതമാനം ഉയർത്തിയതെന്നാണ് BJP വാദം. എന്നാൽ മഹാവികാസ് അഘാഡിക്ക് അനുകൂലമായ വലിയ തരംഗമാണ് വോട്ടിംഗ് ശതമാനം ഉയർത്തിയതെന്ന് മറുപക്ഷവും വാദിക്കുന്നു. मुझे ऐसा लगता है कि जब जब वोटिंग परसेंटेज बढ़ता है तो BJP को ही उसका फायदा होता है. तो मैं ऐसा मानता हूं कि निश्चित रूप से ये जो बढ़ा हुआ वोटिंग परसेंटेज है ये BJP और हमारे अलायंस के लिए, महायुति के लिए ये फायदा हमको देगा और इसका फायदा हमको होगा. कांग्रेस की लीडरशिप में ही सरकार महाविकास आघाड़ी की बनेगी. जो मतदान का जो रुझान आ रहा है, कॉल आ रहा है, जो लोग मतदान के लिए जा रहे हैं, तो उसके आधार पर राज्य में कांग्रेस के सबसे ज्यादा कैंडिडेट चुन के आएंगे. महाविकास आघाड़ी की सरकार आएंगी, इसमें कोई दो मत नहीं है. എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതുവെ മഹായുതിക്ക് മേൽക്കൈ നൽകുന്നുണ്ടെങ്കിലും ഇരു മുന്നണികളും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം ചെറുതാണ്. ശനിയാഴ്ച വോട്ടെണ്ണൽ കഴിയുമ്പോൾ സർക്കാർ രൂപീകരണത്തിനുള്ള വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് പരസ്യമായി ഇരു മുന്നണികളും പങ്കുവയ്ക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.